തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമേഴഞ്ചന്തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. ഇതുവരെയായിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, രക്ഷാപ്രവർത്തകരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ പോലീസുകാരെ കാണാം. ഇവിടെ മണിക്കൂറുകൾ കൊണ്ട് രക്ഷാപ്രവർത്തന കർമ്മങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അതിന് യാതൊരു പുരോഗതിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫയർഫോഴ്സ് എത്തി രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും തൊഴിലാളിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ സ്ക്യൂബ ഡൈവിങ്ങിൽ പരിശീലനം നേടിയിട്ടുള്ള ഫയർഫോഴ്സ് അംഗങ്ങളാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവർ 200 മീറ്ററോളം അകത്തേക്ക് പോയിട്ടും പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. മാലിന്യം നീക്കിയ ശേഷമാണ് മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുന്നത്. അപ്പോൾ മാലിന്യം നീക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും. ഏറെ മാലിന്യം നിറഞ്ഞ തോടാണ് ഇവിടെ ഉള്ളത്. ഈ തോട്ടിലേക്ക് ഇറങ്ങിയ തൊഴിലാളിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. കാണാതായ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധന നടത്താനുള്ള നീക്കങ്ങളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയേറെ പരിശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് പരിതാപകരമാണ്. പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം കൂടുതൽ വിവരങ്ങളെക്കുറിച്ച്. നിലവിൽ ശക്തമായ തിരച്ചിൽ നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാലിന്യം മാറ്റാൻ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടുന്നു. നഗരസഭയുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും കേരള പോലീസും അടങ്ങുന്ന സംഘം, സ്കൂബ ഡൈവിംഗ് ടീമും അടക്കമുള്ള എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മാലിന്യങ്ങൾ മാറ്റുന്നതനുസരിച്ച് ആ ടണലിനകത്തേക്ക് നമുക്ക് തിരച്ചിൽ നടത്തുന്നതിന് സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ക്യൂബ ഡൈവിംഗ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ ഇവിടെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കാണാതായ തൊഴിലാളിയെ കണ്ടെത്താനായി. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. മേയർ പറഞ്ഞതുപോലെ പോലീസുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവിങ്ങിൽ പരിശീലനം നേടിയവരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഏറെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കാരണം ഏറെ മാലിന്യം നിറഞ്ഞൊരു തോട്ടിലാണ് അദ്ദേഹത്തെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് തോട്ടിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ നീക്കം ചെയ്തതിന് ശേഷം, കൂടുതൽ ആഴത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ തിരച്ചിൽ പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമായി നടത്താൻ സാധിക്കൂ എന്നുള്ളതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് അതൊരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് മേയർ സ്ഥലത്തെത്തുകയും കൂടുതൽ സജ്ജീകരണങ്ങളും കൂടുതൽ ക്രമീകരണങ്ങളും എല്ലാം ഒരുക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ്റെ താൽക്കാലിക ജീവനക്കാരനായ മാരായിമുട്ടം സ്വദേശിയായ 42-കാരനായ ജോയ് എന്ന ആളെയാണ് ഇവിടെ കാണാതായിരിക്കുന്നത്. തൊഴിലാളി തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. 2 ബംഗാൾ സ്വദേശിയും 2 മലയാളിയുമാണ് ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൽ മാരായിമുട്ടം സ്വദേശിയായ 42-കാരനായ ജോയിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ വളരെ സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല.
Gracias.